ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ഹോസ്പിറ്റലാണ്. ഡോക്ടർ പറയുകയാണ്, കുഞ്ഞിനെ ആദ്യമായി കയ്യിൽ വാങ്ങിയത് അർച്ചനയല്ലേ, അതുകൊണ്ട് കുഞ്ഞിന് അർച്ചനയോടാണ് ആത്മബന്ധം കൂടുതലുള്ളത്. അർച്ചനയെ കുഞ്ഞ് തൻ്റെ അമ്മയായി തന്നെയാണ് കാണുന്നത് എന്നൊക്കെ ഡോക്ടർ പറയുമ്പോൾ ആതിര ചോദിക്കുകയാണ്, അപ്പോൾ എനിക്കെന്താ ഇവിടെ ഒരു റോളുമില്ലേ, ഞാൻ പോറ്റമ്മയും അവരെന്താ പെറ്റമ്മയുമാണോ എന്നൊക്കെ ആതിര ചോദിക്കുമ്പോൾ, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചതെന്നും കുഞ്ഞിന് ഒരു പ്രായമാകുന്നത് വരെ ഇങ്ങനെ തന്നെ തുടരണം. അർച്ചന ഒരു നേരമെങ്കിലും കുഞ്ഞിനെ എടുക്കുകയും ലാളിക്കുകയും ഒക്കെ തന്നെ ചെയ്യണം. പ്രത്യേകിച്ച് കുഞ്ഞ് കരച്ചിൽ നിർത്താത്ത സമയമാണെങ്കിൽ അർച്ചന കുഞ്ഞിനെ എടുക്കുക തന്നെ വേണം. അതായിരിക്കും കുഞ്ഞിനും നിങ്ങൾക്കും നല്ലതെന്ന് പറഞ്ഞ് ഡോക്ടർ അവിടുന്ന് പോകുമ്പോൾ ദേഷ്യത്തോടെ നിൽക്കുകയാണ് ആതിര. തുടർന്ന് കുഞ്ഞ് അർച്ചനയുടെ കയ്യിൽ കിടന്ന് ഉറങ്ങുന്നത് കാണുമ്പോൾ ദേഷ്യത്തോടെ അത് നോക്കി നിൽക്കുകയാണ് ആതിര. പിന്നീട് കാണിക്കുന്നത് വൃന്ദാവനമാണ്. അർച്ചനയും സച്ചിയും കൂടി വൃന്ദാവനത്തിലേക്ക് ചെന്നിരിക്കുന്നു. അവരെ കാണുമ്പോൾ അവിടെയുള്ളവർക്കെല്ലാം സന്തോഷമാവുകയാണ്. അല്ല, നിങ്ങളെന്താ ഇത്ര രാത്രിയെന്ന് മാഷ് ചോദിക്കുമ്പോൾ അത് കുഞ്ഞിന് ചെറിയൊരു ബ്രീത്തിങ് പ്രോബ്ലം ആയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരിക്കുകയായിരുന്നെന്നും അതുവഴി വരുന്നതാണെന്നും സച്ചി പറയുന്നു. തുടർന്ന് അർച്ചന പറയുകയാണ്, അത് പിന്നെ ഞങ്ങള് മറ്റൊരു കാര്യത്തിന് കൂടിയാ വന്നത്. ഏട്ടത്തി കുറച്ചു ദിവസം വീട്ടിൽ വന്ന് നിന്നിരുന്നെങ്കിൽ നല്ലതായിരുന്നു. കുഞ്ഞിനിപ്പോൾ വയ്യാത്തത് കൂടി ആയതുകൊണ്ട് ആതിരയ്ക്ക് കുഞ്ഞിനെ ഒറ്റയ്ക്ക് നോക്കാനും കുഞ്ഞിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനും സാധിക്കില്ല. അപ്പോൾ ഏട്ടത്തി ഉണ്ടെങ്കിൽ അതിനൊക്കെ ഒരു സഹായമാകുമല്ലോ. അവള് എന്താണെങ്കിലും കുഞ്ഞിനെ എൻ്റെ കയ്യിൽ തരികയോ കുഞ്ഞിന്റെ കാര്യങ്ങൾ ഞാൻ നോക്കാൻ സമ്മതിക്കുകയോ ചെയ്യില്ല. ഇത് കേൾക്കുന്ന മീര പറയുകയാണ്, എന്താണെങ്കിലും നിങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ വരാം. പക്ഷേ ആതിര ഞാൻ അവിടെ വരുമ്പോഴും ഇങ്ങനെയാണ് കാണിക്കുന്നതെങ്കിലേ അവൾ എൻ്റെ തനി സ്വഭാവം അറിയുമെന്നും ദേഷ്യത്തോടെ പറയുകയാണ് മീര. എൻ്റെ മീരെ, അവരുടെ വഴക്ക് പരിഹരിക്കാൻ വേണ്ടിയാ നിന്നെ അങ്ങോട്ടേക്ക് വിടുന്നത്. നീ പറയുന്നത് കേട്ടാ തോന്നുമല്ലോ നീ അവിടെ വലിയ വഴക്ക് തന്നെ ഉണ്ടാക്കുമെന്ന്. ഞാൻ കാര്യം തന്നെയാ പറഞ്ഞതെന്ന് മീര പറയുമ്പോൾ മാഷ് പറയുകയാണ്, അല്ല നിങ്ങൾക്ക് ഇന്ന് തന്നെ പോണോ? ഇല്ല അച്ഛാ, ഞങ്ങൾ നാളെ രാവിലെ പോകുന്നുള്ളെന്ന് സച്ചി പറയുമ്പോൾ ആവണിമോൾ ചോദിക്കുകയാണ്, അത് പിന്നെ അച്ഛാ ഞാനും കൂടി ഇവരുടെ കൂടെ പൊക്കോട്ടെ, കുറച്ച് ദിവസത്തേക്ക് സ്കൂളില്ലല്ലോ. അതിനെന്താ, മോള് പോയിക്കോളാൻ അനൂപ് പറയുന്നു. ഇത് കേൾക്കുന്ന കമല പറയുകയാണ്, നിന്റെ അമ്മയെ നോക്കാൻ വേണ്ടിയാ നിന്നെ ഇപ്പോൾ ഇവരുടെ കൂട്ടത്തിൽ വിടുന്നത്. അതൊക്കെ ഞാൻ ഏറ്റെന്ന് ആവണി പറയുന്നു. നേരം പുലർച്ചെയാകുന്നു. പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. മീരയും ആവണിയും കാണുമ്പോൾ ആതിരയ്ക്ക് സന്തോഷമാവുകയാണ്. തുടർന്ന് മീര കുഞ്ഞിനെ കയ്യിലെടുക്കുമ്പോൾ കുഞ്ഞിനെ എത്തി നോക്കുകയാണ് അർച്ചന. ഇത് കാണുന്ന മീര ചോദിക്കുകയാണ്, എൻ്റെ അർച്ചനെ, നീ എന്തിനാ ഇങ്ങനെ ഏന്തി വലിഞ്ഞൊക്കെ നോക്കുന്നത്? കുഞ്ഞിന് ജനിച്ചപ്പോൾ ഇങ്ങനെയല്ലായിരുന്നല്ലോ, നീ തറയിൽ വെക്കില്ലായിരുന്നല്ലോ. ഇന്നാ നീ തന്നെ കുഞ്ഞിനെ എടുത്തോ, നിനക്കും ഒരു കുഞ്ഞുണ്ടാകുമ്പോൾ എടുക്കേണ്ടതല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അർച്ചനയുടെ കയ്യിലേക്ക് കുഞ്ഞിനെ കൊടുക്കുകയാണ് മീര. ഇത് കണ്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് ആതിര. തുടർന്ന് സന്ദീപ് പുറത്തേക്ക് പോയിട്ട് വരാമെന്ന് പറഞ്ഞ് ആവണിയെ കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ മീര സന്ദീപിന്റെ പിന്നാലെ തന്നെ ചെല്ലുകയാണ്. എനിക്കറിയാം സന്ദീപ് എന്താ ഓഫീസിലൊന്നും പോകാത്തതെന്ന്. സന്ദീപ് ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, ആതിര അറിയാതെ സമയാസമയത്ത് തന്നെ ഞാൻ കുഞ്ഞിനെ അർച്ചനയുടെ അടുത്ത് എത്തിച്ചോളാം. കുഞ്ഞിന്റെ കാര്യം മാത്രമല്ല ആതിരയുടെ കാര്യത്തിലും ഒരു തീരുമാനമുണ്ടാക്കിയിട്ടേ ഞാൻ ഇവിടുന്ന് പോകൂ എന്നൊക്കെ മീര പറയുമ്പോൾ സന്ദീപിന് സന്തോഷമാവുകയാണ്. പിന്നീട് കാണിക്കുന്നത് അവന്തിക അഡ്വക്കേറ്റിനെ കാണാനായി ചെന്നിരിക്കുന്നതാണ്. അത് പിന്നെ അവന്തികയോട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയാ ഞാൻ വിളിപ്പിച്ചത്. എൻ്റെ അസിസ്റ്റന്റ് ധനുഷിനെ കൊണ്ട് വക്കാലത്ത് ഒപ്പിടിക്കാൻ ചെന്നിരുന്നു. ധനുഷ് ആ വക്കാലത്ത് ഒപ്പിട്ടില്ല. അതിനു മുമ്പ് തന്നെ എൻ്റെ സീനിയർ അഡ്വക്കേറ്റ് വക്കാലത്ത് കൊണ്ട് ചെന്നെന്നും അതിൽ സൈൻ ചെയ്തെന്നുമാ ധനുഷ് പറഞ്ഞത്. ഏതോ സന്ധ്യയാണ് ആ വക്കീലിനെ ഏൽപ്പിച്ചത്. ഇത് കേൾക്കുന്ന അവന്തിക ഞെട്ടലോടെ നിൽക്കുകയാണ്. സന്ധ്യയുടെ കൂടെ മറ്റാരോ ഉണ്ടായിരുന്നു. നന്ദന്റെ പേര് അവന്തിക പറയുമ്പോൾ അയാൾ തന്നെയാണ് ആ വക്കീൽ പറയുമ്പോൾ ഇത് കേട്ട് അവന്തിക സംശയത്തോടെ നിൽക്കുന്നു. പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. കുഞ്ഞിന്റെ തുണികൾ മടക്കിക്കൊണ്ടിരിക്കുകയാണ്. മീരയും അർച്ചനയും ചേർന്ന് ട്രീറ്റ്മെന്റിന്റെ കാര്യമെല്ലാം മീര അർച്ചനയോട് ചോദിക്കുകയാണ്. എപ്പോൾ ചെല്ലണമെന്ന് ഡോക്ടർ പറയുമെന്ന് അർച്ചന പറയുമ്പോൾ നിങ്ങൾ ആർക്കാണ് പ്രശ്നമെന്ന് മീര ചോദിക്കുന്നു. അത് സച്ചിയേട്ടനാണ് പ്രശ്നം. പക്ഷേ സച്ചിയേട്ടന് ആ കാര്യം അറിയില്ല. ഞാനിതുവരെ അറിയിച്ചിട്ടുമില്ല. അറിയിക്കാത്ത രീതിയിലാണ് ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് എന്നൊക്കെ അർച്ചന പറയുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.